ഇഞ്ചക്കുണ്ട് പരുന്തുപാറയിൽ ഫോറസ്റ്റ് വാച്ചർമാരുടെ 3 സ്കൂട്ടറുകൾ കത്തിനശിച്ചു. മുപ്ലിയം ഫോറസ്റ്റ് സ്റ്റേഷനിലെ റിസർവ് ഫോറസ്റ്റ് വാച്ചർമാരുടെ വാഹനങ്ങളാണ് കത്തിനശിച്ചത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. മരുട്ടിച്ചാലിൽ തേനീച്ചയുടെ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. ഒരാൾക്ക് സാരമായി പരിക്കേറ്റു. വെള്ളിക്കുളങ്ങര കരിക്കാട്ടുള്ളി പ്രദേശത്ത് പുലിയിറങ്ങിയതായി അഭ്യൂഹം. മച്ചാട് മാമാങ്കത്തോടനുബന്ധിച്ചുള്ള കൂറയിടൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ചെറുഭരണി മഹോത്സവത്തിന് വ്യാഴാഴ്ച കൊടിയേറും. മണിമലർക്കാവ് കുതിരവേല ആഘോഷത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. കുടിവെള്ള വിതരണം നിലച്ചതോടെ മതിലകം പുതിയകാവ് പ്രദേശവാസികൾ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കുടിവെള്ളം ലഭിക്കാത്തതുമൂലം 200ഓളം കുടുംബങ്ങളാണ് ദുരിതത്തിലായത്. കൈപ്പിള്ളി അകമ്പാടത്ത് ഫാം റോഡുകളുടെ നിർമ്മാണത്തിനുള്ള മണ്ണുമായി വന്ന ടോറസ് ലോറികൾ പ്രദേശവാസികൾ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. പാടം നികത്തി തെങ്ങിൻ തൈകൾ വയ്ക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ചാണ് വാഹനങ്ങൾ തടഞ്ഞത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. ഇഞ്ചക്കുണ്ട് പരുന്തുപാറയിൽ ഫോറസ്റ്റ് വാച്ചർമാരുടെ 3 സ്കൂട്ടറുകൾ കത്തിനശിച്ചു. മുപ്ലിയം ഫോറസ്റ്റ് സ്റ്റേഷനിലെ റിസർവ് ഫോറസ്റ്റ് വാച്ചർ ഐ നിഖിൽ, താൽക്കാലിക വാച്ചർമാരായ KS ഷൈജു, VU ജയൻ എന്നിവരുടെ സ്കൂട്ടറുകളാണ് കത്തിനശിച്ചത്. കാട്ടാനശല്യത്തെ തുടർന്ന് സ്ഥലത്തെത്തിയതായിരുന്നു ഫോറസ്റ്റ് വാച്ചർമാർ. കുതിരവളവിലെ തോട്ടത്തിന് സമീപമായിരുന്നു വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നത്. വനാതിർത്തിയിലെ ഫയർലൈൻ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് പോയി മടങ്ങിയെത്തിയപ്പോഴാണ് സ്കൂട്ടറുകൾ പൂർണ്ണമായും കത്തിനശിച്ച നിലയിൽ കണ്ടെത്തിയത്. പുതുക്കാട് നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് തീകെടുത്തിയത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ആരെങ്കിലും മനഃപൂർവ്വം തീയിട്ടതാണോ എന്നും പരിശോധിക്കുന്നുണ്ട്. സംഭവത്തിൽ വരന്തരപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മരോട്ടിച്ചാലിൽ തേനീച്ചയുടെ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. മരോട്ടിച്ചാൽ സ്വദേശികളായ ആശാരിക്കുടിയിൽ ജോർജ് കുട്ടി, മാളിയേക്കൽ വീട്ടിൽ ഷാജു, നെടിയാനിക്കുടിയിൽ വിൽസൺ, വടക്കാഞ്ചേരി വീട്ടിൽ സാജൻ എന്നിവർക്കും വഴിയാത്രക്കാരനുമാണ് പരിക്കേറ്റത്. സാരമായി പരിക്കേറ്റ ജോർജ് കുട്ടിയെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലും ഷാജു, വിൽസൺ എന്നിവരെ ജില്ലാ ജനറൽ ആശുപത്രിയിലും സാജനെ വെട്ടുകാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും പ്രവേശിപ്പിച്ചു. ജോർജ് കുട്ടിയുടെ പറമ്പിലെ തേനീച്ചക്കൂട്ടിൽ നിന്നാണ് ഇവർക്ക് കുത്തേറ്റത്. പറമ്പിൽ പണിക്ക് വന്ന ഷാജുവിനെയും ഉടമ ജോർജ് കുട്ടിയെയും തേനീച്ചകൾ ആക്രമിക്കുകയായിരുന്നു. ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ എത്തിയവരെയും തേനീച്ചകൾ ആക്രമിച്ചു. സമീപത്തെ വഴിയിലൂടെ പോയവർക്കും തേനീച്ച കുത്തേറ്റു. വെള്ളിക്കുളങ്ങര കരിക്കാട്ടുള്ളി പ്രദേശത്ത് പുലിയിറങ്ങിയതായി അഭ്യൂഹം. റോഡരികിലുള്ള സ്വകാര്യ പറമ്പിൽ പുലിയെ കണ്ടതായാണ് പരിസരവാസികൾ പറയുന്നത്. ഇവിടെയുള്ള പറമ്പിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പുലിയുടെ സാന്നിധ്യമുള്ളതായി വാർത്ത പറയുന്നതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. പുലർച്ചെ ടാപ്പിംഗ് ജോലി ചെയ്യുന്നവരാണ് കൂടുതൽ ഭയാശങ്കയിലുള്ളത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം വീടിന് സമീപം പുലിയെ കണ്ടതായി വീട്ടമ്മയായ സുലേഖ പറഞ്ഞു. 6:15 ഇപ്പോഴാണ് ഇത് വന്നേ. ഞാൻ ഇവിടെ കോഴികൾ പറക്കണ കണ്ടപ്പോൾ നോക്കിയപ്പോ പുലിയാണ് പോണത് കണ്ടത്. അത് ഈ മതില് ചാടി കടന്നു പോയത്. പിന്നെ ഇന്നലെ 6:15 വീണ്ടും വന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. പുലിയെ വീടിന്റെ പരിസരത്ത് കണ്ടതായി മറ്റു ചില വീട്ടമ്മമാരും പറയുന്നുണ്ട്. പുലിപ്പേടിയിൽ കഴിയുന്ന പ്രദേശവാസികളുടെ ആശങ്കയകറ്റാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് മലയോര കർഷക സംഘടന ഭാരവാഹിയായ ജോബിൾ വടാശ്ശേരി ആവശ്യപ്പെട്ടു. ഇപ്പം നമ്മുടെ വെള്ളിക്കുളങ്ങര പരിസരത്ത് 3-4 ദിവസങ്ങളിലായിട്ട് പുലിയെ പല സ്ഥലത്തുമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ജനങ്ങളിവിടെ ഭീതിയിലാണ്. പല സ്ഥലത്തും ഇവിടെ പുലി ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും ആൾക്കാർ, പല ആൾക്കാരും വെട്ടാമെന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒന്നും ആരെങ്കിലും വീഡിയോ ഫോട്ടോ ഒന്നും ഇല്ലാത്ത കാര്യം കൂടെ നമുക്ക് ഇന്നതാണെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എന്തായാലും ജനങ്ങളുടെ പേടി മാറ്റി കൊടുക്കേണ്ടത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും അതുപോലെ ഇവിടെ ജീവന സ്വത്തിന് സംരക്ഷണ പോലീസുകാരുടെയും ഉത്തരവാദിത്തമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേസമയം വെള്ളിക്കുളങ്ങര കരിക്കാട്ടുള്ളി പ്രദേശത്ത് കടുവയെ കണ്ടതായി സമൂഹമാധ്യമങ്ങളിൽ വാർത്ത പരക്കുന്നുണ്ട്. എന്നാൽ ഇത് തീർത്തും അടിസ്ഥാനരഹിതമാണെന്നാണ് വനപാലകർ പറയുന്നത്. TCV കൊടകര. മച്ചാട് തിരുവാണിക്കാവ് പ്രതിഷ്ഠാദിനവും മാമാങ്കം കൂറയിടൽ ചടങ്ങും ഭക്തി നിർഭരമായി. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിയും ചലച്ചിത്ര താരം പത്മശ്രീ ജയറാമും ചേർന്ന് അവതരിപ്പിച്ച പഞ്ചാരിമേളം ആസ്വദിക്കാനായി വൻ ജനാവലിയാണ് എത്തിച്ചേർന്നത്. 100ഓളം കലാകാരന്മാർ മേളത്തിൽ പങ്കെടുത്തു. മാമാങ്കത്തിന് മുന്നോടിയായി കാവ് കൂറയിടൽ ചടങ്ങ് നടന്നു. മാമാങ്കം നടത്തിപ്പ് തട്ടകദേശമായ പനങ്ങാട്ടുകര കലുംപാടത്തു നിന്ന് രാവിലെ സ്ത്രീകൾ ഉൾപ്പെടെ ആർപ്പുവിളികളോടെ എത്തിച്ച പച്ചമുള ദേശത്തെ തച്ചൻ വിനീഷിന്റെ നേതൃത്വത്തിൽ കീറി അലകുകളാക്കി പടിരൂപത്തിൽ നിർമ്മിച്ച് ക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്ത് സ്ഥാപിച്ചു. കുമരയിൽ അച്യുതമാരാർ, പലശന സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടപ്പര പഞ്ചവാദ്യം നടന്നു.
കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ചെറുഭരണി ഉത്സവത്തോടനുബന്ധിച്ചുള്ള കൊടിയേറ്റം വ്യാഴാഴ്ച നടക്കും. പരമ്പരാഗത അവകാശിയായ കാവിൽവീട്ടിൽ ആനന്ദനും സംഘവും ഭഗവതിക്ക് പട്ടും താലിയും സമർപ്പിക്കുന്നതാണ് ചെറുഭരണി നാളിലെ പ്രധാന ചടങ്ങ്. പട്ടും താലിയും സമർപ്പിക്കുന്നതോടെ ക്ഷേത്രത്തിലെ ആൽമരങ്ങളിലും പന്തലുകളിലും കൊടിക്കൂറകൾ ഉയരും. മീനമാസത്തിലെ അശ്വതി നാളിലാണ് ചരിത്രപ്രസിദ്ധമായ അശ്വതി കാവ് തീണ്ടൽ. ഭരണി നാളിലെ വെന്നിക്കൊടി നാട്ടലോടെ മീനഭരണി മഹോത്സവം സമാപിക്കും. വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് കുതിരവേലയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. 4 ദിവസങ്ങളിലായാണ് വേല ആഘോഷിക്കുന്നത്. വേലൂർ ദേശകുതിരയുടെ തല ഘടിപ്പിക്കുന്നതോടെ നാദവർണ്ണ വിസ്മയം പെയ്തിറങ്ങുന്ന കുതിരവേലയ്ക്ക് ആരംഭമാകും. വെള്ളിയാഴ്ച അശ്വതി നാളിൽ രാവിലെ നടക്കൽ പറവെപ്പ്, വിശേഷാൽ പൂജ, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയ്ക്ക് ശേഷം വൈകുന്നേരം 5 മണിയോടെ വേലൂർ വടക്കുമുറി കുതിരപ്പറമ്പിൽ നിന്നും വേലൂർ ദേശക്കുതിര എഴുന്നള്ളിപ്പ് ആരംഭിക്കും. വേലൂപ്പറമ്പിൽ അയ്യപ്പന്റെ നേതൃത്വത്തിൽ കാളി, മൂക്കാൻ ചാത്തൻ തുടങ്ങിയ അവകാശവേലയും ദേശക്കുതിരയെ അനുഗമിക്കും. സന്ധ്യയ്ക്ക് വേലൂർ ദേശക്കുതിര കാവ് കയറുന്നതോടെ മറ്റു കുതിരകളും ക്ഷേത്രത്തിലെത്തും. ഭരണിവേലയിൽ വിവിധ ദേശക്കുതിരകളും കുട്ടിക്കുതിരകളും ക്ഷേത്രത്തിലെത്തും. സന്ധ്യയ്ക്ക് വേലയുടെ പ്രധാന ആകർഷണമായ പ്രസിദ്ധമായ അരിത്താലത്തിന് തിരികൊളുത്തും. രാത്രി 10-ന് 101 കലാകാരന്മാർ അണിനിരക്കുന്ന പ്രസിദ്ധമായ അരിപ്പറമേളം ആരംഭിച്ച് പുലർച്ചെ 1 മണിക്ക് സമാപിക്കും. തയ്യൂർ ദേശക്കുതിര ക്ഷേത്രത്തിൽ എത്തിയതിനു ശേഷം ഫാൻസി വെടിക്കെട്ട് നടക്കും. കാർത്തികവേലയിൽ കാലത്ത് മേളത്തിന്റെ അകമ്പടിയോടെ കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പുണ്ടാകും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനാകും. മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി സഹകാർമ്മികനാകും. ആഘോഷങ്ങൾക്ക് ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവത്തോട്ടിൽ, ജനറൽ കൺവീനർ മനോജ് എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് നേതൃത്വം നൽകുന്നത്. TCV എരുമപ്പെട്ടി. കുടിവെള്ള വിതരണം നിലച്ചതോടെ ദുരിതത്തിലായ നാട്ടുകാർ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. മതിലകം പുതിയകാവ് പൌര റെസിഡൻസ് അസോസിയേഷൻ പ്രദേശത്താണ് രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ 3 മാസമായി ദുരിതം തുടരുകയാണ്. ജലസേചന വകുപ്പിന്റെ ശുദ്ധജല വിതരണത്തെ ആശ്രയിക്കുന്ന 200ഓളം കുടുംബങ്ങളാണ് നട്ടം തിരിയുന്നത്. നിരവധി തവണ അധികൃതരെ വിവരം അറിയിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്ന് ആക്ഷേപമുയർന്നു. ഇതേ തുടർന്നാണ് നാട്ടുകാർ വാട്ടർ അതോറിറ്റി മതിലകം സെക്ഷൻ ഓഫീസിന് മുന്നിലെത്തി പ്രതിഷേധിച്ചത്. വാർഡ് മെമ്പർ സംസാബി സലീം, പൌരഭാരവാഹികളായ ഡോക്ടർ മുഹമ്മദ് അൻസാർ, TK ഷാഫി, RM ജലീൽ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. സംഘടിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന് പ്രതിഷേധം മറ്റൊന്നുമല്ല. ഇതിന് യഥാർത്ഥ വിവരം ജനങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എല്ലാവരും കൂടി ഇവിടെ വന്ന് കുറച്ച് പേര് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾക്കൊരു ഉറപ്പ് കിട്ടണം. എന്തായാലും ഇന്ന് ഈ പ്രശ്നം പരിഹാരം ഉണ്ടാകും. കാരണം നാളെ മുതൽ ഇതിന് പമ്പിങ് മറ്റൊരു സെക്ഷനിലേക്ക് മാറ്റും. അപ്പോൾ ഒരാഴ്ചക്കാലം അങ്ങനെ പമ്പിങ് ഇല്ല എന്ന് പറഞ്ഞ് വീണ്ടും നീണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് അധികാരികൾ ശ്രദ്ധിക്കണം. ഇതിനൊരു ശക്തമായ ഒരു നടപടി ഉണ്ടാവണം. ഓരോ തവണയും ഓരോ കാര്യം. മനക്കൊടി, വെളുത്തൂർ, അകമ്പാടം ഉൾപ്പെടെയുള്ള ഫാം റോഡുകളുടെ നിർമ്മാണത്തിനുള്ള മണ്ണുമായി വന്ന ടോറസുകൾ കൈപ്പിള്ളി അകമ്പാടത്ത് സമീപവാസികൾ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. പാടം നികത്തി തെങ്ങിൻ തൈകൾ വയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്നാരോപിച്ചാണ് വാഹനങ്ങൾ തടഞ്ഞത്. വിവരമറിഞ്ഞെത്തിയ അരിമ്പൂർ കാർഷിക വികസന സമിതി ചെയർമാനും മനക്കൊടി 9ാം വാർഡ് അംഗവുമായ K രാഗേഷ്, അന്തിക്കാട് SI പ്രവീൺ, ASI OJ രാജി തുടങ്ങിയവർ സ്ഥലത്തെത്തി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചതിന് ശേഷം ടോറസുകളിൽ മണ്ണടിക്കുന്നതിന് അനുവാദം നൽകിയതോടെ എതിർപ്പുമായി എത്തിയവർ പിരിഞ്ഞുപോയി. 4 കോടി രൂപ ചെലവഴിച്ച് കർഷകർക്ക് ഉപകാരപ്രദമായി സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന ഫാം റോഡിന്റെ നിർമ്മാണം തടസ്സപ്പെടുത്തുവാനുള്ള ശ്രമം കർഷക ദ്രോഹമാണെന്ന് കേരള കർഷക സംഘം അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് EK ജയപ്രകാശ്, സെക്രട്ടറി K രാഗേഷ് തുടങ്ങിയവർ പറഞ്ഞു. ചെറവല്ലൂരിൽ ചന്ദനക്കുടം നേർച്ചയ്ക്കിടെ ആനയിടഞ്ഞു. ആനപ്പുറത്തുനിന്ന് വീണയാൾക്ക് നിസ്സാര പരിക്കേറ്റു. ചൊവ്വാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. നേർച്ചയുടെ ഭാഗമായി കാഴ്ചകളുടെ വരവിനിടെയാണ് ആനയിടഞ്ഞത്. പുല്ലൂട്ട് കണ്ണൻ എന്ന ആനയാണ് ഇടഞ്ഞത്. 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പാപ്പാന്മാർ ആനയെ തളച്ചു. മാള പഞ്ചായത്തിലെ അങ്കണവാടികളിലെ ഒഴിവിലേക്ക് നിയമനത്തിനായി ഉദ്യോഗാർത്ഥികളുടെ നീണ്ട നിര. നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ചയ്ക്ക് ആദ്യം 145 അപേക്ഷകരെയാണ് ക്ഷണിച്ചത്. അങ്കണവാടി വർക്കർ തസ്തികയിൽ 4 ഒഴിവിലേക്ക് 477 അപേക്ഷകരാണുള്ളത്. ഹെൽപ്പർ തസ്തികയിൽ 18 ഒഴിവിലേക്ക് 145 അപേക്ഷകരാണുള്ളത്.
4 ദിവസങ്ങളിലായിട്ടാണ് കൂടിക്കാഴ്ച പൂർത്തിയാക്കുന്നത്. സമൂഹത്തിൽ ഒരുപാട് ഭാഗങ്ങളിൽ നിന്ന് പല രീതിയിലുള്ള വെറുപ്പിക്കൽ നടക്കുന്നതായി സംവിധായകൻ സത്യൻ അന്തിക്കാട്. ഈ മാസം 20 മുതൽ മാർച്ച് 5 വരെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ടി.എൻ. പ്രതാപൻ എം.പി. പര്യടനം നടത്തുന്ന വെറുപ്പിനെതിരെയുള്ള സ്നേഹ സന്ദേശ യാത്രയുടെ 7 പ്രചരണ ഗാനങ്ങളുടെ പ്രകാശനം അന്തിക്കാട്ടെ സ്വന്തം വസതിയിൽ സംഗീത സംവിധായകൻ ശ്യാം ധർമ്മന് നൽകി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വെറുപ്പിന്റെ കാര്യം മാധ്യമങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കാലമാണിതെന്നും സത്യൻ അന്തിക്കാട് പറഞ്ഞു. വ്യക്തിപരമായും സാമൂഹ്യപരമായുമുള്ള ജീവിതത്തെ ക്യാൻസറിനേക്കാൾ ബാധിക്കുന്നതാണ് വെറുപ്പെന്ന് ടി.എൻ. പ്രതാപൻ എം.പി. പറഞ്ഞു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷത വഹിച്ചു. UDF മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, മുൻ MLA അനിലക്കര, സുനിൽ അന്തിക്കാട്, CC ശ്രീകുമാർ, PI ഷൌക്കത്ത് അലി തുടങ്ങിയവർ പങ്കെടുത്തു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, വയലാർ ശരത്ചന്ദ്രവർമ്മ, റഫീഖ് അഹമ്മദ്, BK ഹരിനാരായണൻ തുടങ്ങിയവർ ചേർന്ന് രചിച്ച വരികൾക്കാണ് ശ്യാം ധർമ്മൻ ഈണം നൽകിയത്. ഈ മാസം 20 മുതൽ മാർച്ച് 5 വരെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടത്തുന്ന സ്നേഹ സന്ദേശയാത്രയിൽ ഓരോ ദിവസവും 20 കിലോമീറ്റർ ദൂരമാണ് ടി.എൻ. പ്രതാപൻ എം.പി. കാൽനടയായി സഞ്ചരിക്കുക. കാരണം പ്രതാപൻ എല്ലാ കാലത്തും വർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുള്ള വ്യക്തിയാണ്. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്, എൻ്റെ അനിയനെ പോലുള്ള വ്യക്തിയാണ്. അപ്പോൾ പ്രതാപൻ എല്ലാ കാലത്തും ഈ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയത്തിനും അല്ലെങ്കിൽ മതത്തിനൊക്കെ അതീതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പം ഇത് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ സമയത്തും ഇപ്പോൾ നമുക്ക് അറിയാം, ഇപ്പം മാധ്യമങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പം ഒരുപാട് ഭാഗത്ത് നിന്ന് പല രീതിയിലുള്ള വെറുപ്പിക്കലുകൾ നമുക്കുണ്ടാകുന്നത്. ഈ വെറുപ്പിനെതിരെ ഒരു സ്നേഹ സന്ദേശ യാത്ര നടത്തുക എന്ന് പറയുന്നത് അത് കുറച്ച് പേർക്കെങ്കിലും അതിന് മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് വലിയ ഉപകാരപ്രദമാകും. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായുള്ള സഹസ്രകലശ ചടങ്ങുകൾക്ക് തുടക്കമായി. ക്ഷേത്രാഭിവൃദ്ധിക്കും ചൈതന്യവർദ്ധനവിനും വേണ്ടിയാണ് എല്ലാവിധ പ്രായശ്ചിത്തങ്ങളുടെയും 8 ദിവസങ്ങളിലായി സഹസ്രകലശം നടത്തുന്നത്. ദീപാരാധനയ്ക്ക് ശേഷം തന്ത്രി ജയനാസ് ശ്രീകാന്ത് നമ്പൂതിരിപ്പാടിന് ക്ഷേത്രമുരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കൂറയും പവിത്രവും നൽകി ആചാര്യവരണം നിർവഹിച്ചു. തുടർന്ന് ഗണപതി പൂജ, മുളയിടൽ എന്നിവ നടന്നു. 20-ന് 1000 കലശവും ബ്രഹ്മകലശവും അഭിഷേകം ചെയ്യുന്നതോടെ ചടങ്ങുകൾ പൂർത്തിയാകും. കലശ ചടങ്ങുകൾ നടക്കുന്നതിനാൽ ദീപാരാധന മുതൽ അത്താഴപൂജ വരെ ഭക്തർക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. ഭക്തർ വലിയ ബലിക്കല്ലിന് സമീപം നിന്ന് ദർശനം നടത്തി. കലശവും ഉത്സവവും കഴിയുന്ന മാർച്ച് 1 വരെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനമില്ല. നെയ്വിളക്ക് വഴിപാട് നടത്തി ക്യൂ നിൽക്കാതെ ദർശനം നടത്തുന്നവരുടെ എണ്ണം 20 വരെ നിയന്ത്രിക്കും. കലശ ചടങ്ങുകൾക്ക് ശേഷം 21-ന് ഉത്സവ കൊടിയേറ്റം നടക്കും. രാവിലെ ക്ഷേത്രത്തിൽ ആനയില്ല ശീവേലിയും ഉച്ചതിരിഞ്ഞ് ആനയോട്ടവും നടക്കും. മാർച്ച് 1-ന് ആറാട്ടോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക ബജറ്റ് വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ PK ജേക്കബ് അവതരിപ്പിച്ചു. 32,38,695 രൂപ വരവും 31,39,85,405 രൂപ ചിലവും പ്രതീക്ഷിക്കുന്നതാണ് ബഡ്ജറ്റ്. ഭവന നിർമ്മാണത്തിന് 4.51 കോടി രൂപ വകയിരുത്തി. അതിരപ്പള്ളി പഞ്ചായത്തിലെ കാഡർ വിഭാഗത്തിന് വീടുകൾ നിർമ്മിക്കുന്നതിനും ഇതിൽ ഫണ്ട് ഉൾപ്പെടും. ആരോഗ്യമേഖലയിലെ പ്രവർത്തനത്തിന് 1.20 കോടിയും കാർഷിക മേഖലയ്ക്ക് 87 ലക്ഷവും പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ അധ്യക്ഷത വഹിച്ചു. നാട്ടിക മണപ്പുറത്തെ ചരിത്രത്തിന്റെ ഭാഗമാക്കിയ പ്രമുഖരിൽ ഒരാളായ വേലായുധൻ പണിക്കശ്ശേരി നവതി നിറവിൽ. അംഗീകാരങ്ങളുടെ നിറവിലെത്തിയിട്ടും വിനയത്തിന്റെ താഴ്മയാണ് വേലായുധൻ പണിക്കശ്ശേരി എന്ന ഏങ്ങണ്ടിയൂരിന്റെ സ്വന്തം ചരിത്ര ഗവേഷകന്റെ പെരുമ. ഏങ്ങണ്ടിയൂർ ദീനദയാൽ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ മാനേജറുമായ വേലായുധൻ പണിക്കശ്ശേരി ചരിത്ര ഗവേഷണത്തിൽ നാട്ടിക മണപ്പുറത്തെ ലോകത്തെ പരിചയപ്പെടുത്തുന്നതിൽ വഹിച്ച പങ്ക് ചെറുതല്ല. വിദ്യകളിൽ വേദത്തെയും മന്ത്രങ്ങളിൽ പ്രണവത്തെയും വൃക്ഷങ്ങളിൽ കൽപ്പവൃക്ഷത്തെയും പോലെയാണ് വേലായുധൻ പണിക്കശ്ശേരി എന്ന ചരിത്രകാരന്റെ മുഖമെന്നതാണ് പ്രത്യേകത. തൊഴിലെന്ന നിലയിലല്ല അദ്ദേഹം ചരിത്രരചനയിൽ വ്യാപൃതനായത്. മറിച്ച് അടങ്ങാത്ത ചരിത്രാഭിമുഖ്യവും ഒടുങ്ങാത്ത അന്വേഷണത്വരയും അദ്ദേഹത്തെ ഈ മേഖലയിൽ മികവുറ്റവനാക്കി. ചരിത്ര ഗവേഷണത്തോടൊപ്പം ജീവചരിത്രം, തൂലികാചിത്രം, ബാലസാഹിത്യം, ഫോക്ലോർ എന്നീ വിഭാഗങ്ങളിലായി 60-ലേറെ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. ഒട്ടുമിക്ക കൃതികൾക്കും കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട ഗ്രന്ഥങ്ങൾക്കുള്ള പാരിതോഷികങ്ങൾ ലഭിച്ചു. ഗവേഷണത്തിൽ കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ ഫെലോഷിപ്പ്, VS കേരളീയൻ,
പ്രസാദ് രത്ന ഉൾപ്പെടെ ഒട്ടേറെ അവാർഡുകളും വേലായുധൻ പണിക്കശ്ശേരിയെ തേടിയെത്തി. കേരള, കാലിക്കറ്റ്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റികളിൽ അദ്ദേഹത്തിന്റെ 10ഓളം പുസ്തകങ്ങൾ പാഠഭാഗങ്ങളായി മാറിയെന്നതും അദ്ദേഹത്തിന്റെ ഔന്നത്യം വെളിപ്പെടുത്തുന്നു. വിശേഷണങ്ങൾക്കും അതീതനായ വേലായുധൻ പണിക്കശ്ശേരിയെ അദ്ദേഹത്തിന്റെ നവതിയുടെ ഭാഗമായി വ്യാഴാഴ്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്കൂളിൽ ആദരിക്കുമ്പോൾ നാട്ടിക മണപ്പുറം കൂടിയാണ് ആദരിക്കപ്പെടുന്നത്. TCV ന്യൂസ്, തൃപ്രയാർ. ദേശീയ മാസ്റ്റേഴ്സ് പഞ്ചഗുസ്തിയിൽ തൃശൂർ സ്വദേശി രഹന സ്വർണ്ണ മെഡലിന് അർഹയായി. ഗോവയിൽ സമാപിച്ച ദേശീയ മാസ്റ്റേഴ്സ് ഗെയിംസിൽ ആം റെസ്ലിംഗ് വിഭാഗത്തിലാണ് രഹന സ്വർണം നേടിയത്. എഴുത്തുകാരനും കവിയുമായ വെൺമനാട് മുസ്ലിം വീട്ടിൽ ചന്ദനപ്പറമ്പിൽ റഷീദ് കെ മുഹമ്മദിന്റെ ഭാര്യയാണ് രഹന. നേരത്തെ ദേശീയ ആം റെസ്ലിംഗ് മത്സരങ്ങളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് നിരവധി തവണ വെള്ളി മെഡലും വെങ്കല മെഡലുകളും കരസ്ഥമാക്കിയിട്ടുണ്ട്. തൃശൂർ പേരാമംഗലം തെച്ചുകോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവം വർണ്ണാഭമായി. 21 കലാസമിതികളുടെ വേല ഉത്സവം അരങ്ങേറി. ബുധനാഴ്ച നടക്കുന്ന പള്ളിപ്പാനയോടുകൂടി തെച്ചുകോട്ടുകാവ് ക്ഷേത്രത്തിലെ പൂരം വേല മഹോത്സവത്തിന് സമാപനമാകും. ഗുരുവായൂർ ഇരിങ്ങപ്പുറം കൊച്ചനാംകുളങ്ങര ഭഗവതി ക്ഷേത്രോത്സവത്തിന് ആയിരങ്ങളെത്തി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 20 ഗജവീരന്മാർ അണിനിരന്നു. ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും നടക്കൽ പറയും നടന്നു. ക്ഷേത്ര കമ്മിറ്റിയുടെയും തെക്ക് വടക്ക് പൂര കമ്മിറ്റികളുടെയും സംയുക്താഭിമുഖ്യത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രനടയിൽ എഴുന്നള്ളിപ്പ് നടന്നു. വിവിധ പുരാഘോഷ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകളും ക്ഷേത്രാങ്കണത്തിലെത്തി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ പ്രഗത്ഭരായ മേളവിദ്വാൻമാർ വാദ്യവിസ്മയം തീർത്തു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് മനോജ് മേത്താനത്ത്, സെക്രട്ടറി പ്രദീപ് കരുമത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വാഹനമിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരണമടഞ്ഞ സിസ്റ്റർ സോണിയയുടെ മൃതശരീരം ബുധനാഴ്ച മുല്ലശ്ശേരിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. സിസ്റ്റർ അധ്യാപികയായി സേവനം ചെയ്തിരുന്ന മുല്ലശ്ശേരി ഗുഡ് ഷെപ്പേർഡ് സെൻട്രൽ സ്കൂളിലാണ് മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുക. തുടർന്ന് 11 മണിക്ക് മുല്ലശ്ശേരി നല്ലടയന്റെ ദേവാലയത്തിൽ ദിവ്യബലി നടക്കും. ദിവ്യബലിക്കും അനുസ്മരണ പ്രാർത്ഥനകൾക്കും ശേഷം മൃതദേഹം മുല്ലശ്ശേരി കോൺവെന്റ് ചാപ്പലിൽ എത്തിക്കും. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി തൃശൂർ ലൂർദ്പുരത്തുള്ള സെന്റ് ഫ്രാൻസിസ് പ്രൊവിൻഷ്യൽ ഹൌസിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. വ്യാഴാഴ്ച രാവിലെ 9-ന് മൃതസംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും. സംസ്കാര ശുശ്രൂഷകൾക്ക് ബിഷപ്പുമാർ കാർമ്മികത്വം വഹിക്കും. ഗുരുവായൂർ ഉത്സവത്തിന്റെ വിശദ വിവരങ്ങളടങ്ങിയ നോട്ടീസ് പുറത്തിറക്കി. ദേവസ്വം കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ BK വിജയൻ നോട്ടീസിന്റെ പ്രകാശനം നിർവഹിച്ചു. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഏറ്റുവാങ്ങി. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C. മനോജ്, ചെങ്ങറ സുരേന്ദ്രൻ, മനോജ് B. നായർ, VG രവീന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ P. മനോജ് കുമാർ, T. രാധിക തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 154 കോടി രൂപ വരവും 151.73 കോടി രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ചാലക്കുടി നഗരസഭയുടെ വാർഷിക ബഡ്ജറ്റ് വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു അവതരിപ്പിച്ചു. നഗരസഭാ പരിധിയിലെ ഡയാലിസിസ് ആവശ്യമുള്ള മുഴുവൻ വൃക്ക രോഗികൾക്കും സൌജന്യ ഡയാലിസിസ് സൌകര്യം ഉറപ്പാക്കുന്ന കരുതൽ സ്പർശം എന്ന പദ്ധതി നടപ്പാക്കാൻ 1 കോടി രൂപ വകയിരുത്തി. അമൃത് കുടിവെള്ള പദ്ധതിയിൽ 2ാം ഘട്ടം 7 പൊതുകുളങ്ങളുടെ നവീകരണത്തിനുള്ള 139 ലക്ഷം ഉൾപ്പെടെ 14.78 കോടിയും, സുവർണഗൃഹം പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് 1 കോടിയും, ഇൻഡോർ സ്റ്റേഡിയം പ്രവർത്തനക്ഷമമാക്കാൻ 1.5 കോടിയും, കലാഭവൻ മണി സ്മാരക പാർക്കിന് 10 കോടിയും, ട്രാംവേ ബൈപ്പാസ് റോഡിന് 5.50 കോടിയും ബഡ്ജറ്റിൽ നീക്കിവച്ചു. ചെയർമാൻ എബി ജോർജ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ലോക റേഡിയോ ദിനത്തിൽ കണ്ടാണശ്ശേരി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കിടപ്പിലായ രോഗികൾക്ക് റേഡിയോ നൽകി.
പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ നിവ്യ റനീഷ്, കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ് ചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങൾ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഡെയ്സി ആന്റണി തുടങ്ങിയവർ നേതൃത്വം നൽകി. എങ്ങണ്ടിയൂർ ആയിരംകണ്ണി ഭഗവതി ക്ഷേത്രത്തിൽ ഈ മാസം 17-ന് നടക്കുന്ന പൂരത്തിന് മുന്നോടിയായി ചൊവ്വാഴ്ച വിവിധ താന്ത്രിക പൂജാ ചടങ്ങുകളും പൊങ്കാല സമർപ്പണവും നടന്നു. പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, മുളപൂജ, കലശപൂജ, കലശാഭിഷേകം എന്നിവ നടന്നു. ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികളായ വിദ്യാസാഗർ, ധർമ്മൻ കാതോട്ട്, ഉത്തമൻ കാതോട്ട്, വിശംബരൻ കാതോട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചരിത്രകാരൻ വേലായുധൻ പണിക്കശ്ശേരിയുടെ നവതി ആഘോഷത്തിന്റെ ഭാഗമായി അദ്ദേഹം രചിച്ച പുസ്തകങ്ങളുടെയും അംഗീകാരങ്ങളുടെയും പ്രദർശനം ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ സംഘടിപ്പിച്ചു. പെരിങ്ങോട്ടുകര ആവണങ്ങാട്ട് കളരി മഠാധിപതി അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ ചരിത്ര സരണി ഉദ്ഘാടനം ചെയ്തു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുരേന്ദ്രൻ മങ്ങാട്ട് പുസ്തക പരിചയം നടത്തി. സ്വാഗത സംഘം വൈസ് ചെയർമാൻ M രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ ഗോപിനാഥ് വന്നേരി, സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പാൾ TR വിജയം, ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി IA മോഹനൻ, കളിമണ്ഡലം സദു ഏങ്ങൂർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നാട്യകല ആലപ്പുഴയുടെ സഹകരണത്തോടെ തൃപ്രയാർ കളിമണ്ഡലം അവതരിപ്പിച്ച കഥകളി അരങ്ങേറി. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ ബുധനാഴ്ച ആചരണത്തോടനുബന്ധിച്ചുള്ള ഊട്ടുസദ്യയ്ക്കായുള്ള കലവറ ഒരുക്കങ്ങൾ പൂർത്തിയായി. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി പാചകപ്പുരയും പലവ്യഞ്ജനങ്ങളും വെഞ്ചരിച്ചു. സഹവികാരിമാരായ ഫാദർ മിഥുൻ ചുങ്കത്ത്, ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, കൺവീനർ ഡേവിസ് തെക്കേക്കര തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വലിയ നോമ്പിലെ എല്ലാ ബുധനാഴ്ചയും രാവിലെ 10 മണിക്ക് ആഘോഷമായ ദിവ്യബലി, നൊവേന, തുടർന്ന് സൗജന്യ നേർച്ച ഊട്ടും കുട്ടികൾക്ക് ചോറൂണും ഉണ്ടായിരിക്കും. TN പ്രതാപൻ MPയുടെ പുസ്തക ശേഖരത്തിലേക്ക് കോടാലി സ്വദേശി 60ഓളം പുസ്തകങ്ങൾ സംഭാവന ചെയ്തു. കോടാലിയിലെ സാംസ്കാരിക സംഘടനയായ ഫാസ്പാഡിയുടെ സെക്രട്ടറിയായ VK കാസിമാണ് തന്റെ പക്കലുള്ള പുസ്തകങ്ങൾ MPക്ക് നൽകിയത്. TN പ്രതാപൻ MP പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, സുധൻ കാരയിൽ, ശിവരാമൻ പോതിയിൽ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. കേന്ദ്ര സർക്കാർ പാസാക്കിയ ഹിറ്റ് ആൻഡ് റൺ നിയമനത്തിനെതിരെ ഓട്ടോ ലൈറ്റ് മോട്ടോഴ്സ് ഡ്രൈവേഴ്സ് യൂണിയൻ കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനം നടത്തി. ഓട്ടോ ലൈറ്റ് മോട്ടോഴ്സ് ഡ്രൈവേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി PK പുഷ്പാകരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം CK രവി അധ്യക്ഷത വഹിച്ചു. CITU കുന്നംകുളം ഏരിയ പ്രസിഡന്റ് MN മുരളീധരൻ, ഓട്ടോ ലൈറ്റ് മോട്ടോഴ്സ് ഡ്രൈവേഴ്സ് യൂണിയൻ മുനിസിപ്പൽ സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, സുഗതൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഗാന്ധിജിയുടെ ഇരിങ്ങാലക്കുട സന്ദർശനത്തിന്റെ 90-ാം വർഷത്തോടനുബന്ധിച്ച് നീഡ്സ് നടത്തിവന്ന 1 വർഷം നീണ്ടുനിന്ന ചടങ്ങുകൾ വ്യാഴാഴ്ച സമാപിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് 3:30-ന് ഇരിങ്ങാലക്കുട ടൗൺഹാളിൽ നടക്കുന്ന സമാപന സമ്മേളനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് നീഡ്സ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ അറിയിച്ചു. നീഡ്സ് അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ഗുലാം മുഹമ്മദ് NA, പ്രോഗ്രാം കോർഡിനേറ്റർ KP ദേവദാസ് തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം വ്യാഴാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പഞ്ചാരിമേളത്തിന് പെരുവനം കുട്ടന്മാരാരും പഞ്ചവാദ്യത്തിന് കുനിശ്ശേരി അനിയന്മാരാരും പ്രാമാണികത്വം വഹിക്കും. വൈകിട്ട് 7-ന് തായമ്പക, രാത്രി 12:30-ന് പുറത്തേക്ക് എഴുന്നള്ളിപ്പ് നടക്കും. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ ജയൻ കൈതവളപ്പിൽ, ബിജു കിഴക്കൂടൻ, S മോഹനൻ, KS നന്ദകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 125-ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനവും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പും നടന്നു. നഗരസഭാ കൌൺസിലർ ലബീബ് ഹസൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PG ജയപ്രകാശ് അധ്യക്ഷനായി. കഥകളി നാടക കലാകാരൻ പീശപ്പള്ളി രാജീവൻ മുഖ്യാതിഥിയായി. വിരമിക്കുന്ന പ്രധാന അധ്യാപിക ബീന ജോസി, ഹയർ സെക്കൻഡറി അധ്യാപകൻ C ജയകുമാർ, ജീവനക്കാരി NT റീത്ത തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. രാപ്പാൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ ഭാഗമായി ഭഗവതിക്ക് ദ്രവ്യകലശം നടന്നു. ദേവചൈതന്യ വർദ്ധനവിനും ലോകനന്മയ്ക്കും വേണ്ടി ആചാര്യശ്രേഷ്ഠരുടെ നേതൃത്വത്തിലാണ് ദ്രവ്യകലശം നടന്നത്. ബുധനാഴ്ച ഭഗവാന് സഹസ്ര കലശവും വൈകിട്ട് പൂരം കൊടിയേറ്റവും നടക്കും.
ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ ലഹരി വിരുദ്ധ പാർലമെന്റ് സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡി ഷാജി ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം എഇഒ എ മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം സിവിൽ എക്സൈസ് ഓഫീസർ കെ ലത്തീഫ് മുഖ്യാതിഥിയായി. ലഹരി വിമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് വിദ്യാർത്ഥി പാർലമെന്റ് സംഘടിപ്പിച്ചത്. ചാവക്കാട് എഇഒ രവീന്ദ്രൻ, കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ പ്രധാനാധ്യാപകൻ സോമൻ തുടങ്ങിയവർ പങ്കെടുത്തു. കടപ്പുറം പഞ്ചായത്ത് ബഡ്ജറ്റ് അവതരണത്തിൽ കുടിവെള്ള പ്രശ്നത്തെ ചൊല്ലി കാലിക്കുടങ്ങൾ വെച്ച് LDFന്റെ പ്രതിഷേധം. കഴിഞ്ഞ വർഷം ബഡ്ജറ്റിൽ കുടിവെള്ളത്തിനായി പ്രത്യേക പാക്കേജ് അവതരിപ്പിച്ചിട്ടും ഇതുവരെ യാതൊരു നടപടികളും ഉണ്ടായില്ലെന്നാരോപിച്ചാണ് പ്രതിപക്ഷം കാലിക്കുടങ്ങളുമായി ബഡ്ജറ്റ് അവതരണത്തിനെത്തിയത്. വെള്ളത്താൽ ചുറ്റപ്പെട്ട കടപ്പുറം പഞ്ചായത്തിലെ 9-10 വാർഡുകളിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമാണെന്നും കഴിഞ്ഞ വർഷ ബഡ്ജറ്റിൽ വലിയ പാക്കേജുകൾ പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും നടന്നിട്ടില്ലെന്നും പ്രതിപക്ഷാംഗങ്ങളായ സമീറ ഷെരീഫ്, മുഹമ്മദ് റാഹില വഹാബ്, പ്രസന്ന ചന്ദ്രൻ തുടങ്ങിയവർ ആരോപിച്ചു. അക്രമി അടിച്ചു തകർത്ത കൊടുങ്ങല്ലൂരിലെ ശ്രീകുരുമ്പാമ്മയുടെ നടയിൽ പുതിയ വിഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങുകൾ ആരംഭിച്ചു. ആചാര്യവരണത്തിന് ശേഷം ക്ഷേത്ര സംഗീതത്തിൽ പുണ്യാഹവും തുടർന്ന് ബിംബ പരിഗ്രഹവും നടത്തി. വലിയ തമ്പുരാന്റെ അനുവാദത്തോടെ യജമാന സ്ഥാനത്തുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, തിരുവഞ്ചിക്കുളം അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, ദേവസ്വം മാനേജർ കെ വിനോദ് തുടങ്ങിയവർ ചേർന്ന് ശില്പിയുടെ കയ്യിൽ നിന്നും ബിംബം ഏറ്റുവാങ്ങി. ബിംബം ശയ്യയിൽ കിടത്തൽ ചടങ്ങിൽ തന്ത്രിമാരായ വേഴപ്പറമ്പ് ചിത്രബാലൻ നമ്പൂതിരിപ്പാട്, താമരശ്ശേരി മേക്കാട്ട് ശ്രീജിത്ത് നമ്പൂതിരിപ്പാട് എന്നിവർ സമക്ഷം സമർപ്പിച്ചു. തുടർന്ന് പ്രസാദശുദ്ധി, ധ്യാനാദിവാസം, അത്താഴപൂജ എന്നിവയോടെ ആദ്യ ദിവസത്തെ ചടങ്ങുകൾ അവസാനിച്ചു. മുറ്റിച്ചൂർ കല്ലാറ്റുപുഴ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ഉദയാസ്തമന പൂജ, പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, എഴുന്നള്ളിപ്പിന് ശേഷം പ്രസാദ ഊട്ട് എന്നിവ നടന്നു. വടക്കേടത്ത് താമരപ്പിള്ളി മനക്കൽ കൃഷ്ണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഷുഹൈബ് രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി അംഗൻവാടിയിലേക്ക് വാട്ടർ ടാങ്കും വാട്ടർ പ്യൂരിഫയറും നൽകി. ഐശ്വര്യ അംഗൻവാടിക്കാണ് സാമഗ്രികൾ നൽകിയത്. അംഗൻവാടിയിൽ DCC ജനറൽ സെക്രട്ടറി TM നാസർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജസീൽ അലങ്കാരത്ത് അധ്യക്ഷത വഹിച്ചു. PU സുരേഷ് കുമാർ, KP സുനിൽകുമാർ, കവിത മധു തുടങ്ങിയവർ സംസാരിച്ചു. പടിയം എടത്തിരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ 13ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി സർവൈശ്വര്യ പൂജ നടന്നു. യജ്ഞാചാര്യ രുക്മിണി സേതു സർവൈശ്വര്യ പൂജാ ചടങ്ങിന് നേതൃത്വം നൽകി. ക്ഷേത്രോപദേശ സമിതി പ്രസിഡന്റ് പ്രസാദ് ചേർത്തേടത്ത്, സെക്രട്ടറി ബാലകൃഷ്ണൻ പുറക്കോട്ട് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കോപ്ലിപ്പാടം സെന്റ് ആൻസ് കോൺവെന്റ് LP സ്കൂളിന്റെ വാർഷികം ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ ഉദ്ഘാടനം ചെയ്തു. വിരമിക്കുന്ന പ്രധാനാധ്യാപിക സിസ്റ്റർ റൈനിക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. ഇരിങ്ങാലക്കുട അൽവേർണിയ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ലില്ലി മരിയ അധ്യക്ഷത വഹിച്ചു. ഫാദർ ആഷൽ കൈതാരൻ ഫോട്ടോ അനാച്ഛാദനം നടത്തി. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, ഫാദർ ഷിബു നെല്ലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. 22,50,48,88 രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന കാടുകുറ്റി പഞ്ചായത്തിലെ ബജറ്റ് വൈസ് പ്രസിഡന്റ് PC അയ്യപ്പൻ അവതരിപ്പിച്ചു. കളിക്കളത്തിന് 1 കോടി, ഭവന നിർമ്മാണത്തിന് 3 കോടി, മൃഗസംരക്ഷണത്തിന് 13 ലക്ഷം രൂപ, മത്സ്യകൃഷിക്ക് 6.40 ലക്ഷം എന്നിങ്ങനെ തുക ബജറ്റിൽ വകയിരുത്തി. കോളേജ് ഓഫ് ഫോറസ്ട്രി കോളേജ് സ്റ്റുഡൻസ് യൂണിയനും NSS ക്ലബ്ബും പീപ്പിൾസ് ബ്ലഡ് ഡൊണേഷൻ ആർമിയും IMA ബ്ലഡ് ബാങ്കും സംയുക്തമായി സംഘടിപ്പിച്ച ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഫോറസ്ട്രി കോളേജ് ഡീൻ ഓഫ് ഫാക്കൽറ്റി ഡോക്ടർ EV അനൂപ് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് ഡോക്ടർ TK കുന്നാമു, അസിസ്റ്റന്റ് പ്രൊഫസർ ഷൈൻ GNS, ക്ലബ് അഡ്വൈസർ ഡോക്ടർ ശ്രീജിത്ത് ബാബു തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. 50ഓളം വിദ്യാർത്ഥികളും ജീവനക്കാരും രക്തദാനത്തിൽ പങ്കെടുത്തു. പുത്തൻപീടിക തോന്നിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി ഭരണി വേലാഘോഷത്തിന്റെ ഭാഗമായി ഒരുമ ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ നിർവഹിച്ചു. ക്ലബ്ബ് ഭാരവാഹികളായ KR രബീഷ്, സുനിൽ ചാലിയത്ത്, രാജൻ നെല്ലിപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി.
പുതുക്കാട് സെന്ററിലെ പറമ്പിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. പുതുക്കാട് പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിലാണ് 6 അടി നീളമുള്ള പാമ്പിനെ നാട്ടുകാർ കണ്ടത്. ഉടൻ തന്നെ വനപാലകരെ വിവരമറിയിക്കുകയായിരുന്നു. പറമ്പിലെ പാറയിടുക്കിൽ കയറിപ്പോയ പാമ്പിനെ സ്ഥലത്തെത്തിയ പാലപ്പിള്ളി ഫോറസ്റ്റ് റേഞ്ചിലെ റെസ്ക്യൂ ടീം അംഗം രജീഷ് നന്ദിപുലം ഏറെ നേരം പരിശ്രമിച്ചാണ് പിടികൂടിയത്. പാമ്പിനെ പിന്നീട് ഉൾവനത്തിൽ വിട്ടയച്ചു. വാണിജ്യം. കായം, വിവിധ കറി പൌഡറുകൾ എന്നിവയുടെ നിർമ്മാണ വിതരണ രംഗത്ത് തൃശൂർ ആസ്ഥാനമായുള്ള രാജ്യത്തെ പ്രമുഖ സ്ഥാപനമായ ബിജി അസഫൊറ്റിഡ 35-ാം വയസ്സിലേക്ക്. 1989-ൽ PJ ആന്റണി ചിയ്യാരത്തെ സ്വന്തം വീട്ടിൽ ചെറുകിട വ്യവസായമായി തുടങ്ങിയ കായം നിർമ്മാണ സംരംഭമാണ് ISO അംഗീകാരത്തോടെ ഇന്ത്യ മുഴുവൻ ഉപഭോക്തൃ ശൃംഖലകളുള്ള ബിജി അസഫൊറ്റിഡയായി വളർന്നതെന്ന് പ്രൊപ്പറേറ്റർ ലിജി വർഗീസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2017-ൽ വല്ലച്ചറ പഞ്ചായത്തിലേക്ക് മാറ്റി ഉൽപാദനം തുടർന്ന ബിജി കായം 90% തൊഴിലാളികളും സ്ത്രീകളായുള്ള സ്ഥാപനമായാണ് പ്രവർത്തിക്കുന്നത്. കായം പൊടി, സാമ്പാർ പൊടി, മുളക്, മഞ്ഞൾ, ഇറച്ചി മസാലപ്പൊടികൾ, അച്ചാർ പൊടികൾ തുടങ്ങിയവ സ്വന്തം ബ്രാൻഡിൽ നിർമ്മിക്കുന്നതോടൊപ്പം മറ്റു ബ്രാൻഡുകൾക്കും കായവും പൊടിയും ബിജി അസഫൊറ്റിഡ നിർമ്മിച്ചു നൽകുന്നു. മികച്ച വനിതാ സംരംഭകയ്ക്കുള്ള ജില്ലാ സംസ്ഥാന തല പുരസ്കാരങ്ങളും ഇതിനകം നേടിക്കഴിഞ്ഞു ബിജി അസഫൊറ്റിഡ. മാർച്ച് 2-ന് കുരിയച്ചിറ ലേ ഗ്രാൻഡിൽ സംഘടിപ്പിക്കുന്ന 35-ാം വാർഷികാഘോഷത്തിൽ ലോഗോ ലോഞ്ചിങ്ങും വനിതകൾക്കുള്ള ആദരണവും നടക്കും. CEO PA വർഗീസ്, HR മാനേജർ സ്നേഹ വർഗീസ്, ജൂഡ് വർഗീസ്, അശ്വതി ആനന്ദ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇഞ്ചക്കുണ്ട് പരുന്തുപാറയിൽ ഫോറസ്റ്റ് വാച്ചർമാരുടെ 3 സ്കൂട്ടറുകൾ കത്തിനശിച്ചു. മുപ്ലിയം ഫോറസ്റ്റ് സ്റ്റേഷനിലെ റിസർവ് ഫോറസ്റ്റ് വാച്ചർമാരുടെ വാഹനങ്ങളാണ് കത്തിനശിച്ചത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. മരോട്ടിച്ചാലിൽ തേനീച്ചയുടെ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. ഒരാൾക്ക് സാരമായി പരിക്കേറ്റു. വെള്ളിക്കുളങ്ങര കരിക്കാട്ടൊളി പ്രദേശത്ത് പുലിയിറങ്ങിയതായി അഭ്യൂഹം. മച്ചാട് മാമങ്കത്തോടനുബന്ധിച്ചുള്ള കൂറയിടൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ ഭഗവതി ക്ഷേത്രത്തിലെ ചെറുഭരണി മഹോത്സവത്തിന് വ്യാഴാഴ്ച കൊടിയേറും. മണിമലർക്കാവ് കുതിരവേല ആഘോഷത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. കുടിവെള്ള വിതരണം നിലച്ചതോടെ മതിലകം പുതിയക്കാവ് പ്രദേശവാസികൾ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കുടിവെള്ളം ലഭിക്കാത്തതുമൂലം 200ഓളം കുടുംബങ്ങളാണ് ദുരിതത്തിലായത്. കൈപ്പിള്ളി അകമ്പാടത്ത് ഫാം റോഡുകളുടെ നിർമ്മാണത്തിനുള്ള മണ്ണുമായി വന്ന ടോറസ് ലോറികൾ പ്രദേശവാസികൾ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. പാടം നികത്തി തെങ്ങിൻ തൈകൾ വയ്ക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ചാണ് വാഹനങ്ങൾ തടഞ്ഞത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.